എടാ ദിസ് ഇസ് ഇതിൻ. ആദ്യമേ ഞാൻ പറയുന്നു, ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. സോ ആ രീതിക്ക് എടുക്കുക. ഞാൻ കാട്ടാള സിനിമ കണ്ടു. അതിന് മുന്നേ തന്നെ ഞാൻ ടിക്കറ്റ് എടുത്തതാണെങ്കിൽ പോലും എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എന്ന് വെച്ചാൽ മാർക്കോ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് വന്നതുകൊണ്ട് തന്നെ ഓക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണും എന്നുള്ള രീതിയിൽ എനിക്കുണ്ടായിരുന്നു. അപ്പം ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം, ലെറ്റ്സ് ടേക്ക് ദ റിസ്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. 700 മേലെ സീറ്റുകളുള്ള സ്ക്രീനിലാണ് ഞാൻ കയറിയത്. ഔഡി 1-ൽ ഏരീസ് പ്ലസ് ഔഡി 1-ൽ. ഓക്കെ, സോ പടം തുടങ്ങി, കഥ പയ്യെ ഒന്ന് അങ്ങ് കയറി. എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു അരമണിക്കൂർ കൊള്ളാം, അത്യാവശ്യം തിയേറ്റർ ഓഡിയൻസും എല്ലാം ഒക്കെ നല്ല കിടിച്ചായിരുന്നു. അത്യാവശ്യം വിളിയും ബഹളവും എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കയറി. നായകൻ്റെ ഇൻട്രോ വന്നതോടുകൂടി പടം കയ്യിൽ നിന്ന് പോയി. എന്നുവെച്ചാൽ അവിടെ മുതൽ ആ ഒരു ഇതിൽ എന്ന് പറഞ്ഞാൽ ഹൈ തരാൻ നോക്കിയ സാധനങ്ങൾ അങ്ങോട്ട് എറിച്ചില്ല. കമ്മിങ് ടു ഫസ്റ്റ് തന്നെ നായകൻ്റെ ഇതിലോട്ട് പെപ്പേരെ ഇതിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു ഇടിക്കും ഒരു ഇതും തോന്നിയില്ല. എന്ന് പറഞ്ഞാൽ തിയേറ്റർ മൊത്തത്തിൽ അണഞ്ഞ അവസ്ഥയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിയും അജഗജാന്തരമായാലും സ്വാതന്ത്ര്യയാത്രായാത്രയിൽ അങ്കമാലി ഡയറീസ്, എന്തിനിപ്പം RDX, എന്തിന് ഇപ്പം അപരാധമായി പോയ ദാവീദ് അതിലാണെങ്കിൽ പോലും ഇടിക്ക് ഒരു പവറുണ്ട്, അത് നമുക്കൊരു ഫീലുണ്ട്. ഇതൊന്നുമില്ല. ഇത് ആശാൻ വരും, കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ എറിക്കണില്ല ഒന്ന്. പിന്നെ കമ്മിങ് ടു നമ്മളെ വില്ലൻ, ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരൻ കബീർ സിംഗോ എന്തോ ആണ് നമ്മളെ മാർക്കോയിൽ സൈറസ് ആയിട്ട് വന്നത്. ഇതുപോലെ ഒരു മൊണ്ണേഷ് വില്ലൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മാർക്കോ വെച്ച് സംസാരിക്കുന്നത് വെച്ചാൽ പടത്തിനെ വെച്ച് കമ്പയർ ചെയ്യണമല്ല, ഞാൻ ആ പ്രൊഡക്ഷൻ കമ്പനി സെയിം ആയതുകൊണ്ട് അത് വെച്ച് പറയണതാണ്. സൈറസ് പോലെ ഒരു കിടിലൻ ക്യാരക്ടർ ചെയ്ത ഒരു വില്ലനെ ഇവിടെ കൊണ്ടുവച്ച് എന്താണ് മറ്റേ വിളിച്ച് ഓർഡർ കൊടുക്കണ മറ്റേ ഒരു കൈൻഡ് ഓഫ് ഒരു വില്ലൻ. പിന്നെ സുനിൽ വേറൊരു വില്ലനാണ് നമ്മളെ പുഷ്പയിലൊക്കെ ഉള്ള. ഇതൊന്നും സ്പോയിലറൊന്നുമല്ല, ഇതൊന്നും സ്പോയിലറേ അല്ല. ആ പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് ഓക്കെ, ഞാൻ പറഞ്ഞില്ല അവിടെ ആയിട്ട് പെർഫോമൻസ് കൊള്ളാം, കട്ട്സ് കൊള്ളാം, ഈ പറഞ്ഞതുപോലെ മ്യൂസിക് കൊള്ളാം, അങ്ങനെ അവിടെ ആയിട്ട് മാത്രം. ഓക്കെ, സോ അപ്പം ഇവർ രണ്ടുപേരുമായി. പിന്നെ മാർക്കോ യൂണിവേഴ്സ് ഒരാവശ്യമില്ല എന്ന് വെച്ചാൽ ഒരാവശ്യമില്ല. ആ സീൻ അവിടെ അങ്ങനെ ചെയ്താലും ഇല്ല, നോർമലായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഓൺ രീതിയിൽ പോയെന്നാലും വലിയ ഗുണമൊന്നുമില്ല. പിന്നെ കഥ ഓഫ് കോഴ്സ് ട്രെയിലറിൽ കാണിക്കും പോലെ തന്നെയാണ്, ആന കൊമ്പ് കടത്ത് ആ ഒരു പരിപാടിയൊക്കെ തന്നെയാണ്, അല്ലാതെ പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. എനിക്കിതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ 2 മണിക്കൂറിനകത്ത് ഈ പടം തീർത്തു. സാധാരണ എന്ന് വെച്ചാൽ ഇത്രയും ഹൈപ്പിൽ പറഞ്ഞ സാധനം ഡ്യൂറേഷനൊക്കെ കൂട്ടണതാണ് പതിവ്. 2 മണിക്കൂറിൽ അങ്ങ് തീർത്തു എന്നുള്ളതിൽ സന്തോഷമായിരുന്നു. എന്ന് പറഞ്ഞാൽ എടാ ലിറ്ററലി അണഞ്ഞു എന്ന് വെച്ചാൽ തിയേറ്റർ അണഞ്ഞു. എന്തൊരു ഹൈ വന്നാലും എല്ലാവരും ഇങ്ങനെ ഒടിഞ്ഞു കുത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അനാവശ്യമായിട്ടുള്ള കുറേ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം മാർക്കോനെ വെച്ച് പറയണമെന്ന് വെച്ചാൽ അതിലായാലും നമുക്കിപ്പം അതിനെ വെച്ച് നോക്കുമ്പോൾ വയലൻസ് ഇവിടെ കുറവാണ്. പക്ഷെ എന്നിരുന്നാലും അതിലെന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ഒന്ന് കണക്റ്റ് ആവും. അതും ഗംഭീര പടമാണ്, എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു എന്നൊന്നും ഞാൻ എവിടെ അവകാശപ്പെടുന്നില്ല. ഞാൻ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് പടമായാലും ഈ ലോകത്തുള്ള ഏത് പടമായാലും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ട ഒരു സിനിമയും ഇല്ല. ഓക്കെ, സോ അതിന് നെഗ് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇത് വെച്ച് നോക്കുമ്പോൾ മാർക്കോ കിടിലം, അല്ലെങ്കിലേ കിടിലമാണ്. ഓക്കെ, സോ അതിലെന്ന് പറഞ്ഞാൽ ഇമോഷണൽ കണക്ഷൻ വന്നു വെച്ചാൽ ലാസ്റ്റ് ആ ഫാമിലിയെ കൊല്ലണമൊക്കെ ആയാലും നമുക്ക് തന്നെ ഒരുമാതിരി അങ്ങൊക്കെ തോന്നും, ഇതെന്താന്ന് ഇതിങ്ങനെ ഒടിഞ്ഞു കുത്തി ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം, കൊല്ലണ ശരി എന്നുള്ള ഒരു ഇതിൽ. പിന്നെ വെടിവെക്കാൻ വേണ്ടി വരുന്ന ഒരു നായിക, പിന്നെ വെനത്തിൻ്റെ പൊന്നെ എന്ന് പറഞ്ഞാൽ കുറേ മറ്റേ ഹെൽമെറ്റും വെച്ചോണ്ട് വരും. അതിൽ മറ്റേ വെനത്തിൻ്റെ ഗസ്റ്റ് റോൾ കണക്കിന് ഒരുത്തായി എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവർക്കും മാറി നിൽക്കാൻ അറിയാം. ലാസ്റ്റ് ഒരു പർട്ടിക്കുലർ ഷോട്ടിൽ ബാക്കി എല്ലാവരും വന്ന് നിൽക്കുന്നത്, ഇത് മാത്രം മറ്റേ ഞാൻ മറ്റേ വെനമാണെന്നും പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കണത്. എൻ്റെ മോന് പടം ഉണ്ടാക്കി വെച്ചേക്കണ ശരി. ഫസ്റ്റ് ഹാഫ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് അറ്റ്ലീസ്റ്റ് ഇൻ്റർവെല്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് ബിൽഡ് ചെയ്യുമെന്ന് വിചാരിച്ച് ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മൊത്തത്തിൽ തിയേറ്റർ അണഞ്ഞു എന്നിരിക്കുന്ന അവസ്ഥയാണ്. ഒരു നല്ല മൊമെൻറ്റ്സില്ല. ഈവൻ പെപ്പേരെ ഇൻട്രോ എന്നൊക്കെ പറഞ്ഞാൽ പോലും എന്ന് വെച്ചാൽ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു ഹൈ കിട്ടാനായിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ അതിനൊന്നും എറിച്ചില്ല, ഒന്നും വർക്കായിട്ടില്ല സാധനം. സെക്കൻഡ് ഹാഫിലോട്ട് കയറി. ഇപ്പം എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞ പെപ്പേരെ ഒരു ഫാനാണ്. അവനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പോട്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫെങ്കിലും എന്തെങ്കിലും ഒന്ന് വർക്കാവുന്നുള്ളത്. ഒന്നുമില്ല. സെക്കൻഡ് ഹാഫ് അതിനെക്കാട്ടി ശോകം. എന്ന് വെച്ചാൽ എന്താണ് കൊണ്ട് ഉദ്ദേശിക്കണമെന്നുള്ളതാണ്. ഇപ്പം പടം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ പടം ചിലപ്പം ഇത്രയും ഹൈപ്പ് കൊടുത്തില്ലായിരുന്നെങ്കിൽ മേ ബി ഒരു എബോവ് ആവറേജ് ഒരു ഹിറ്റ് ലെവൽ എന്നുള്ള രീതിയിലോട്ടൊക്കെ ഇത് പോയേനെ. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ, അമ്മാതിരി ഫ്രസ്ട്രേഷൻ. ലൈക്ക് ഇപ്പം അന്യനിൽ ഒരു സീനുണ്ട്, അതായത്
പ്രകാശ് രാജിൻ്റെ ചേട്ടനോ അനിയനോ മറ്റേ എണ്ണച്ചട്ടിയിലിട്ട് വറക്കുമല്ലോ. അപ്പം ആ ഒരു മരണചടങ്ങുകളുടെ ഇടയിൽ പുള്ളിക്കാരൻ്റെ അമ്മ വന്ന് പ്രകാശ് രാജിൻ്റെ അടുത്ത് ചോദിക്കും എന്ന് പറഞ്ഞാൽ നിനക്ക് കരയണ്ടേ? അവൻ പറഞ്ഞു അയ്യോ കരഞ്ഞ എൻ്റെ ഉള്ളിലാണ് ദേഷ്യം പോകും, അത് എനിക്കിങ്ങനെ ഉള്ളിലിങ്ങനെ ഒച്ച ഇരിക്കണമെന്ന് പറഞ്ഞാൽ. അതുപോലെയാണ് എനിക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓരോരുത്തർ പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ പറഞ്ഞത് 10ൽ 8 പേരും അപരാധമെന്നാണ് ഇതിനെ പറയണത്. പക്ഷേ എനിക്ക് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ ഞാൻ അവിടെ സംസാരിച്ച് എനിക്ക് ഇവിടെ പറയാനുള്ള ആ ഒരു ഫീൽ അങ്ങ് പോകും. ഇത് ഞാൻ അതാ ഉള്ളിൽ നിന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ശരി പോട്ട്, ഇതെല്ലാം കഴിഞ്ഞ് സ്പോയിലറല്ല ആരെന്നോ എന്തെന്നോ ഒന്നും സംസാരിക്കണില്ല. ഓക്കെ, സോ കമ്മിങ് ടു പോസ്റ്റ് ക്രെഡിറ്റ് സീനിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സർപ്രൈസ് എലമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിലൊരു പർട്ടിക്കുലർ കഥാപാത്രം കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ചോദ്യം അതല്ല, ഇങ്ങനെ ഒരു കഥാപാത്രത്തിനെ അവിടെ സൃഷ്ടിച്ച് ഒറ്റ നോട്ടത്തിൽ കണ്ട തലയ്ക്ക് താഴോട്ട് ഈ പറഞ്ഞതുപോലെ നല്ല കിടിഞ്ഞം വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള നല്ല റിച്ച് മാനും തലയ്ക്ക് മുകളിലോട്ട് ഏതോ പിച്ചക്കാരൻ്റെ കോലവും കണക്കിനാണ് ഇരുന്നത്. ഒരു ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് വൈ, അവ ഒന്നുമില്ലെങ്കിൽ ഒരു പെരിയ കിടിലോ അല്ലേ, അതിനനുസരിച്ചൊരു മെനക്ക് വൈ. ഇതൊരുമാതിരി മറ്റേ ഈ മേക്ക് ഓവർ നടത്തുക എന്നൊക്കെ പറയൂലേ, എന്ന് പറഞ്ഞാൽ ആ ഒരു മേക്ക് ഓവർ നടത്തുക എന്നുള്ളത് ചിലർ പാവപ്പെട്ടവരൊക്കെ കണ്ട് അങ്ങനെ ചില ഇൻസ്റ്റാ വീഡിയോസിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, മോശമായ രീതിയിൽ എടുക്കരുത്. ഓക്കെ, എനിക്ക് എന്ന് വെച്ചാൽ അതുപോലെ ഒരു പെരിയ കിടിലത്തിനെ കണ്ടിട്ട് അങ്ങനെ ഒരു മേക്ക് ഓവർ, ഒരു പിച്ചക്കാരനൊരു മേക്ക് ഓവർ ഇട്ട ഒരു അവസ്ഥയായിരുന്നു അത്. പിന്നെ ഏറ്റവും എൻ്റെ സീന് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യണം, അല്ലാതെ അത് ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുക എന്തിനാണ്? ഒന്നുമില്ല. അഥവാ ഓൾറെഡി പടം അണഞ്ഞ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അണഞ്ഞ്. ഇനി ഇപ്പം ഇത് കണ്ട് ഇങ്ങനെ ഹൈ തരാൻ നോക്കിയെങ്കിലും ഇല്ല. ഇപ്പം തന്നെ ആ ഒരു പണക്കാരൻ പ്ലസ് പിച്ചക്കാരൻ പ്ലസ് ആ ഒരു ക്യാരക്ടറിനെ കണ്ടപ്പോഴെങ്കിലും ഒരു കയ്യടി അപ്പോഴാണ് കേൾക്കണത്. തുടക്കത്തിൽ എവിടെ കേട്ട ഒരു കയ്യടി അവസാനമാണ് കേൾക്കണത്. അതുവരെ ഒന്നുമില്ല. എന്നിട്ടും വലിയ ഗുണമൊന്നുമില്ല. ആ സ്ക്രീനിൽ കണ്ടപ്പോൾ പുള്ളിക്കാരനെ കണ്ട ഒരു കയ്യടി തന്നെ. അത് മാത്രമല്ല, ഇപ്പം നായകൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഇടി എന്ന് പറഞ്ഞാൽ നല്ല ചെവുക്കൻ ഇടിയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീലാവും ആ ഒരു ഇത് ഒരുമാതിരി അയ്യോ, ഇത്രയും ഹൈപ്പൊന്നും നിങ്ങൾ കൊടുക്കണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്ന് വെച്ചാൽ ഇത് ഹൈപ്പ് കൊടുത്താണ് ഇത്രയും ഈ ലെവൽ വരെ കൊണ്ടെത്തിച്ചത്. ആലോചിക്കണം, ഞാൻ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെയാണ് മാർക്കോ യൂണിവേഴ്സ് അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ഇത് കാണുമെന്ന് വിചാരിച്ചു, അതിൻ്റെ പുറത്താണ് പോയത്. സോ അല്ലാതെ മൊത്തത്തിൽ പണം എന്ന് വെച്ചാൽ രവി മസൂറിനെ പോലും രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ള പക്ഷെ ആദ്യമൊക്കെ നല്ല കിടിഞ്ഞ ബീജിയംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് എൻജോയ് ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ഒരു അരമണിക്കൂർ ഒന്ന് ഹൈ ആയി ഒന്ന് സെറ്റായി ഒന്ന് കയറിയൊക്കെ വന്നേ പോയി, കയ്യിൽ നിന്ന് പോയി. എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല ഇതിലും. ഈ പറഞ്ഞ വെട്ടലും കുത്തലും കൊല്ലലും ചാവലും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഇല്ല. ഇത് വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരൻ അവരുടെ പ്രൊഫഷനായിട്ടുള്ള മാർക്കോ തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ടത്. എന്ന് വെച്ചാൽ അതുപോലെ ഇപ്പം അജഗജാന്തരായാലും ബാക്കി സിനിമകളൊക്കെ എടുത്താൽ തന്നെയും പുള്ളിക്കാരൻ്റെ ഇടിയിലായാലും ഞാൻ ഇപ്പം തന്നെ 2-3 തവണ പറഞ്ഞിട്ടുണ്ട്. കാരണം പറഞ്ഞു പോവും, കാരണം അങ്ങനെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളാ കില്ല് സിനിമയിൽ മറ്റേ ഈ എത്ര കൊണ്ടാലും ചാവാത്ത മറ്റേ റൈമസ്റ്റീരിയോ കണക്കിന് എഴുത്തുണ്ടല്ലേ, അളിയാൻ പിന്നെ അതിനകത്ത് എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട, വരുന്നു അനാവശ്യമായിട്ട് എന്തെന്തൊക്കെ ചെയ്യുന്നു, വഴിയെ പോയ വയ്യാവേലി എടുക്കുന്നു തലയിൽ, അതങ്ങനെ ഒരെണ്ണം. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസ് കൊള്ളായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒരു ഇടയ്ക്ക് ബോട്ടിൽ ഒരു ഫൈറ്റ് സീനുണ്ട്. എനിക്ക് അത് മാത്രം ഒന്ന് പേഴ്സണലി എനിക്കൊന്ന് വർക്കായി കൊള്ളാം. എന്ന് പറഞ്ഞാൽ അത് മാസ് കാണിക്കാൻ വേണ്ടി കാണിച്ചതല്ല, ഓക്കെ സിറ്റുവേഷനിൽ കൊണ്ട് വച്ചിരുന്നതുകൊണ്ട് അത് മാത്രം എനിക്ക് ഓക്കെ തോന്നി. കാരണം എന്ന് വെച്ചാൽ ബാക്കി ഇപ്പം എന്ത് കാണിക്കാനാണെന്നുണ്ടെങ്കിലും ഇല്ല. കാരണം ഓൾറെഡി ഒടിഞ്ഞു കുത്തി ഇങ്ങനെ ഇരിക്കണ അടുത്ത് മുമ്പിൽ ഇങ്ങനെ എന്തൊരു കാണിച്ചാലും ഇങ്ങനെ ഒന്ന് അടിക്കാൻ പോലും കൈയടിക്കാൻ പോലും തോന്നൂല, അങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. സോ ഇനി ഏകദേശം ഒരുവിധം കവർ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ വീണ്ടും ഞാൻ പറയുകയാണ്, ഇതെൻ്റെ മാത്രം പേഴ്സണൽ അഭിപ്രായമാണ്. ഐ മീൻ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നവരുടെ ഇതും, ഐ മീൻ ആ ഒരു തിയേറ്ററിൽ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നവരൊക്കെ ഇതൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അത്രേ ഉള്ളൂ. ഏകദേശം ഒരുവിധം എല്ലാം ഞാൻ കവറപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇനിയിപ്പം ഈ മാസം ഇനി വേറെ പടമൊന്നുമില്ല. ഇനി അടുത്ത മാസം ഇനി എന്തെങ്കിലുമൊക്കെ മിക്കവാറും ഹോളിവുഡ് ടൈംസ് ആയിരിക്കും. കാരണം ഇപ്പോഴാണ് എനിക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ ഒന്ന് മാറിയത്. എൻ്റെ പൊന്നെ, ഫ്രണ്ടിലിരുന്ന തിയേറ്ററിലിരിക്കുന്ന ചേട്ടാ പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചവന്മാർക്ക് പോലും പറയാത്തിരുന്നായിരുന്നു. കാരണം അതെനിക്ക് ഇവിടെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അവിടെ പറഞ്ഞാൽ എല്ലാം തീർന്നില്ലേ, അവർ ഒരു ഇതങ്ങ് പോവില്ലേ. അപ്പം അത്രയേ ഉള്ളൂ. ശരി എന്നാൽ ദാറ്റ്സ് ഓൾ അബൌട്ട് കാട്ടാളൻ.